ശരി, BJP-ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആ വാർത്ത ഷെയർ ചെയ്യപ്പെടും. പിന്നെ ആളുകൾക്ക് കേൾക്കാൻ, കാരണം ഇപ്പൊ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പൊ കേട്ട് ആളുകൾക്ക് മരവിച്ചു ശബരിമല ഇതുമൊക്കെ. പക്ഷേ ഇതിന്റെ ഇടയിൽ BJP-യുടെ ഒരു കാര്യം പറയാം, BJP-ക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവിടെയുള്ള കൗൺസിലർമാർക്ക് കുറച്ച് അസ്വസ്ഥരാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. അപ്പൊ കുറച്ചു നേരം അതിലേക്ക് ശ്രദ്ധ പോലും. ഇപ്പൊ പുതിയതായിട്ട് വരുന്നത് മോദി തലസ്ഥാനത്തെ കൗൺസിലർമാരെയൊക്കെ ഒരു വിരുന്നിന് വിളിച്ചു. തലസ്ഥാനത്തെ അല്ല, ജയിച്ച കൗൺസിലർമാരെയൊക്കെ ഒരു വിരുന്നിന് വിളിച്ചു. ആ വിരുന്നിൽ ശ്രീലേഖ പങ്കെടുക്കുന്നില്ല. അതിന് പിന്നെ ശ്രീലേഖ ബഹിഷ്കരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ആ വിരുന്ന്, അതായത് അവർ പറയുന്ന കാരണം 3 ദിവസം ട്രെയിനിലിരിക്കണം, എനിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വിമാനത്തിൽ പോകാം എന്നൊക്കെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമ്മതിക്കില്ല, ട്രെയിനിൽ തന്നെ ശ്രീലേഖ പോകണം എന്നാണ് ചില ചൊറിച്ചിലടങ്ങാത്ത ചില ആളുകൾ പറയുന്നത്. ഈ BJP-ക്കുള്ളിൽ ഇങ്ങനത്തെ ചില പടലപ്പിടക്കങ്ങൾ, ഗ്രൂപ്പിസം, അത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സന്തോഷവും സുഖവും എന്താണ്? ഇത് തന്നെയായിരുന്നല്ലോ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. ഇപ്പം ജനം ശ്രദ്ധിക്കുന്ന, ജനങ്ങൾക്കിടയിൽ സംസാരം അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആൾക്കാർ BJP-ക്കകത്ത് വരുമ്പോൾ ഭയമാണ്. എന്നാൽ അതിപ്പം ഇവരെ ഡാമേജ് ആക്കിയാൽ ഇവരും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പല പരിപാടികളിലും ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് നിന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ശ്രീലേഖ പോകുന്നു നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ മോദി വന്നപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഇവർ മാറി നിൽക്കുന്നതായിട്ട് മാധ്യമങ്ങൾ അവർ പറഞ്ഞാൽ ഞാൻ മാറിയുന്നില്ല, എൻ്റെ മാന്യമായിട്ട് ശരി എല്ലാവരും കിടന്നുള്ളണ്ട. പക്ഷെ അവർക്ക് വേണമായിരുന്നെങ്കിൽ ആ നേതാക്കന്മാർ നിൽക്കുന്ന നിരയിൽ നിൽക്കാമായിരുന്നു, അവരോട്ട് മാറുന്നത്. പക്ഷെ അവരുടെ പോലീസ് ഭാഷമായിരിക്കും അതിനെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് തിരുവനന്തപുരത്ത് മോദി വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴും അതിനകത്ത് മോദി വിളിക്കുമ്പോൾ പങ്കെടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഉചിതം. മാത്രമല്ല ഞാൻ ആഗ്രഹിക്കാത്ത ആര്, മോദി എന്ന് പറയുന്ന ഒരാളൊന്ന് നോക്കണമെന്ന് പോലും ആഗ്രഹിക്കുന്ന വളരെ കൂടുതൽ ആൾക്കാർ ഇന്ന് ലോകത്തുള്ളിടത്ത് അത്തരത്തിലൊരു അവസരം കിട്ടുമ്പോൾ അത് ചർച്ചയാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ശ്രീലേഖ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത് ഇത് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിക്കകത്തും വിഷയമുണ്ട്. ഇപ്പം തന്നെ കോൺഗ്രസിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ സുധാകരൻ തുടങ്ങിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചുള്ള ഒരവസ്ഥ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം. രാഹുൽ ചിലപ്പോൾ പാലക്കാട്ടേക്ക് ജയിക്കുമെന്ന് വെച്ചു, രാഹുലിനെ അവിടെ പാലക്കാട്ടുകാർക്ക് ഇഷ്ടമാണ്. കേരളത്തിൽ UDF ഇലക്ഷനെ ഫേസ് ചെയ്യാൻ ഒക്കുമോ? LDF വിടുവോ? BJP വിടുവോ? ഒരു മാത്രമല്ല ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ എത്ര 3 പരാതിയാ വന്നേക്കുന്നത്. അല്ല, രാഹുലിന് പരാതി ഉണ്ടെങ്കിൽ ഇത്തവണ UDF തോറ്റാൽ അതിന്റെ ഒരേ ഒരു കാരണക്കാരനേ ഉള്ളൂ, അത് VD സതീശനാണ്. ജയിച്ചാലും ആ കാരണക്കാരനെ ആളാവുമല്ലോ. രാഹുൽ മാങ്കൂട്ടം തിന്നാൽ അതിന്റെ കാരണക്കാരൻ അല്ലല്ല, ജയിച്ചാലും ആ കാരണക്കാരനെ ആളാവുമല്ലോ. അപ്പം ഇപ്പം ഈ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം പാർട്ടിക്കുടനീളം കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും മറുപടി പറയേണ്ടി വരുമ്പോൾ അതിന് രാഹുലിനെ മാറ്റി നിർത്തുന്നതായിരിക്കും പാർട്ടിക്കും, അല്ലെങ്കിൽ ആ തീരുമാനമായിരിക്കും ഉചിതം. അപ്പം കോൺഗ്രസിനകത്ത് പ്രശ്നമില്ല. ആ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുമ്പോൾ ഇപ്പം സുധാകരൻ എന്ന് പറഞ്ഞാൽ മുൻ KPC പ്രസിഡന്റ് MP ആയിട്ടും കേരളത്തിൽ ഏറ്റവും പ്രബുദ്ധനായിട്ടുള്ള ഒരു നേതാവ് പറയുക അയാളെ മത്സരിപ്പിക്കണം, കാരണം അതിനകത്ത് വിഷയം ഉണ്ടാക്കാനാണ്. സത്യം വരും. അപ്പൊ ചോദ്യം ചെയ്യണം, ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്നല്ല. അപ്പൊ ഇതിനകത്തും വിഷയമുണ്ട്. അതൊരു വിഷയമല്ല. CPM-നകത്ത് എന്തെല്ലാം വിഷയം. ഇപ്പൊ കുഞ്ഞികൃഷ്ണന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. കാരണം രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ അത് ചൂണ്ടിക്കാണിക്കുന്ന ആള് പാർട്ടിക്ക് വെളിയിൽ പോവുക. മനസ്സിലാവുന്നുണ്ട്. അത് ചർച്ചയാവുക. അതൊന്നും ആൾക്കാർക്ക് അതൊക്കെ നിൽക്കുമ്പോഴും ഇവിടെ ഇല്ല, ഒരു MLA പോലും ഇല്ല. MP എന്ന് പറയുന്ന സുരേഷ് ഗോപി ഇപ്പൊ ആദ്യമായിട്ടുണ്ടായതാണ്. വ്യക്തമായ സ്വാധീനം ഈ 17 18 വോട്ട് 20% വോട്ടേ ഉള്ളൂ. ഇപ്പോഴും ത്രികോണ മത്സരത്തിന്റെ സാധ്യതയിലേക്ക് വന്നിട്ടില്ല. നാളെ കാലത്തെ വന്നാൽ കേരളത്തിലുടനീളം BJP വരുമെന്നുള്ള ആശങ്കയും, വന്നാൽ ഒരിക്കലും തിരിച്ചു പോകത്തില്ല BJP. കാരണം BJP കേരളം എവിടെ വന്നിട്ടുണ്ടോ അവിടുന്ന് BJP കയറിയിട്ടില്ല. അത് BJP ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് നിന്ന് BJP മാറുന്നുണ്ടോ? ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താ മാറാത്ത? ഗുജറാത്തിൽ അല്ലെങ്കിൽ ആസാമിൽ അല്ലെങ്കിൽ ഈ മറ്റ് പലയിടത്തും BJP വരുന്നത്. BJP ഒരു 5 കൊല്ലം എത്ര തൃപ്തിപ്പെടുത്തി ഭരിച്ചാലും ഭരണവിരുദ്ധ വികാരം ഉള്ളിടത്ത് അതിനെ അതിജീവിച്ചു വരണമെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കുന്ന പാർട്ടിയാണ് BJP. മനസ്സിലായി? ഇതിന് കേരളത്തിൽ വർക്കൗട്ട് ആവാത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പരിധി വരെ പറഞ്ഞാൽ എല്ലാവർക്കും അതിനകത്ത് BJP-ക്കകത്ത് പ്രശ്നമുണ്ട്. ഇപ്പൊ ശ്രീലേഖ കാണിക്കുന്ന കണ്ടില്ലേ? ഈ ശ്രീലേഖ എന്ന് പറയുന്ന ആള് മനസ്സിലാക്കണം, BJP-ക്കകത്ത് അവർക്ക് താല്പര്യമുണ്ട്. അവർക്ക് ആ പാർട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് ആദ്യമേ കൊടുത്തത് ഒരു പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ എത്ര കാലം ജോലി ചെയ്യണം തന്നെ? ഏത് പാർട്ടിയുടെ ആയാലും BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവർ ആദ്യമേ പോസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അവരുടെ IPS കാരി ആയതുകൊണ്ട് മാത്രം.
മനസ്സിലായില്ലേ? അവരെ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊമോഷൻ കൊടുത്തൊരു പാർട്ടി ഇപ്പൊ തന്നെ നമ്മൾ ഈ ഇവിടെ മത്സരിപ്പിച്ച് ഒരുപക്ഷെ വി രാജശേഖരൻ തോറ്റുപോയ അവർക്ക് മേയറാക്കും. അവർക്ക് മേയറാണോ നിർബന്ധം പിടിക്കാൻ വി രാജശേഖരന്റെ അത്രയും രാഷ്ട്രീയ പരിചയം അവർക്കുണ്ടോ? ഒരിക്കലും ഇല്ല. വീരാജിന്റെ പുറകിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ അലിഗേഷൻ വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വന്ന ശരിയോ തെറ്റോ അത് പിന്നെ തരേണ്ട കാര്യം, അത് ശരി തെറ്റുകൾ തിരുത്തേണ്ടത് അവരുടെ കാര്യം. പക്ഷെ അവിടെ വി രാജേഷിനെയാണോ പരിഗണിക്കേണ്ടത്, ശ്രീലേഖയാണെന്ന് പറയും. അത് ശ്രീലേഖ മനസ്സിലാക്കണ്ടേ? ശ്രീലേഖയ്ക്ക് അടുത്ത പ്രാവശ്യം MLA ആവാൻ വേണ്ടി പാർട്ടി തയ്യാറാവുമ്പോൾ അതിനവർ തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ മുതിർന്ന മോദി വിളിച്ച ചടങ്ങിന് പോലും ഒരുപക്ഷെ ഇനി അവർക്ക് ശാരീരിക പ്രശ്നം, യാത്ര ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയത്തില്ല. ഇല്ലെങ്കിൽ അപ്പോൾ അവർക്ക് അതിനുവേണ്ടി ആരോഗ്യ പ്രശ്നമൊന്നും ഉള്ള സ്ത്രീയല്ല. അവർ ഈ പോലീസിലൊക്കെ ഇരുന്ന് എക്സർസൈസും ഒക്കെ ചെയ്ത് അതേ രീതിയിൽ ജീവിത ശൈലിയുള്ള സ്ത്രീ. അവരെ കണ്ടാലും അറിയാം. അപ്പോൾ അവർ പോകുന്നില്ലെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി അവർ നിന്നു കൊടുക്കുന്നു എന്ന് വേണം കഴിയാം. പിന്നെ BJPക്കകത്ത് എന്താണ് BJPക്കകത്ത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ BJPക്ക് മുന്നേറാൻ താമസം വരുന്നതെന്ന് ചോദിച്ചാൽ BJPക്ക് അകത്ത് ഇതുപോലുള്ള ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട്. രണ്ടാമത് ഒരിക്കലും BJP എന്ന് പറയുന്ന ഒരു സാധ്യത കൊടുത്തിട്ട് BJPയെ ഇങ്ങനെയാണ് BJP, യഥാർത്ഥ BJP ഒരു ഭരിക്കാനൊരു ഇടം കൊടുത്താലേ യഥാർത്ഥ BJP എന്താണെന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടി ഒരു സാധ്യത കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് കണ്ടല്ലോ, വി രാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രിയമാവുന്ന കാര്യങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങൾ ഒരു സാധാരണ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവരുടെ താല്പര്യത്തെ അനുസരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ 40 കൊല്ലം കൊണ്ട് ഭരിച്ചവർക്ക് നടന്നു പോകും. അപ്പോൾ BJP വന്നപ്പോൾ നടക്കുന്നുണ്ടോ? ഇതേ രീതിയിൽ BJP ഏൽപ്പിച്ച കുഴപ്പം വരും. ഇവരുടെ ഉടായ്പ് അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നതിനപ്പുറം ചില കാര്യങ്ങൾ ജനപ്രതിനിധികൾക്കും പാർട്ടിക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത് BJPക്കകത്ത് ബാക്കി 2 പാർട്ടിക്കകത്തും ഗ്രൂപ്പും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ പലവട്ടം ഭരിച്ചിട്ടുള്ളവരും ഭരണ സംവിധാനത്തിൽ പലയിടത്തും അവർ ഇരിക്കുന്നവരുമാണ്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നില്ലെങ്കിൽ പല പഞ്ചായത്തുകൾ അവരുടെയിലുണ്ട്, MLA വളരെ കൂടുതലായിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്കുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഭരണശിലാ കേന്ദ്രങ്ങൾ പലയിടത്തും അവരുണ്ട്. കാരണം അവർ പലവട്ടം ഭരിച്ചിട്ടുണ്ട്. CPM-നകത്തും അതുകൊണ്ട് BJPക്ക് ഈ അവസ്ഥയിൽ എത്താൻ പറ്റുന്നിടം വരെ BJPക്കകത്ത് ഗ്രൂപ്പ് കളിക്കുന്നതിന് പകരം പാർട്ടിയെ വളർത്തുന്ന ഒരു രീതിയിലേക്ക്, ആ മാനസികാവസ്ഥയിലേക്ക് BJP നേതാക്കന്മാർ പോകേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോകണം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. BJPയോടുള്ള ചൊറിച്ചിൽ അത് BJPക്ക് അകത്തുള്ളവർ മനസ്സിലാക്കി അങ്ങനെ ചൊറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതെ പാർട്ടിയെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടും പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ജനം ഓട്ടോമാറ്റിക്കലി BJP നേതാക്കന്മാരെയും തേടിയെത്തുന്ന ഒരു രീതിയിലേക്ക് വരും.